ഗർഭിണിയായ കാലം തൊട്ട് നോക്കിയിരുന്നു. ഒറിജിനലല്ലേ കാണിച്ചത്? അന്നൊക്കെ എന്നെ പരാതിയില്ലായിരുന്നു. നമ്മുടെ ബോഡിയാണ് അവർ യൂസ് ചെയ്യണത്, അവരുടെ ബോഡിയാണ് അവർ യൂസ് ചെയ്യണത്. നമ്മളെന്തിനാണ് അതൊക്കെ പറയണത്? അപ്പോൾ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു അശ്ലീലമായി തോന്നി. പണ്ടത്തെ കേസ് പണ്ടല്ലേ നോക്കണ്ടേ, ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതിനേക്കാളും വൈൽഡായിട്ട് ഡ്രസ്സ് ധരിച്ച് എന്തോരം സിനിമ നടിമാർ ഇപ്പം ഉണ്ട്. ഇത് ശ്വേതാ മേനോനിക്ക് അഗേൻസ്റ്റ് ആണുള്ള ഇൻജസ്റ്റിസ്. അത് ഓരോ ക്യാരക്ടറിനനുസരിച്ച് ഓരോരുത്തരും മാറിയല്ലേ, അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ ഫിലിം ഇറങ്ങുമ്പോൾ അതിനൊരു സെൻസർ ബോർഡൊക്കെ കണ്ടിട്ടായിരിക്കും ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലാത്ത ഒരു കുഴപ്പം. നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്. നാം കണ്ടത്, താല്പര്യത്തോടെ വിലമതിച്ചത്, അവസാനം അഭിപ്രായം പറഞ്ഞത്, അതേ സിനിമകളിൽ നിന്നാണ് ഇന്ന് ശ്വേത മേനോനെതിരെ കേസ് വന്നിരിക്കുന്നത്. 15-20 വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച സിനിമകളെ അന്ന് പ്രശംസിച്ചവരെ ഇന്ന് കുറ്റക്കാരിയാക്കുന്നത് നീതിയുടെ പേരിലാണോ, അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യത്തിനായുള്ള നീക്കം തന്നെയാണോ? ഒരു സ്ത്രീ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ വർഷങ്ങൾക്കിപ്പുറം കേസുകൾ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സിനിമയിൽ അഭിനയിച്ചത് ഇത്ര വലിയ കുറ്റമാണോ? ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അതിപ്പോൾ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യവും സ്വാതന്ത്ര്യമാണല്ലോ ഏതൊക്കെ സിനിമകൾ അഭിനയിക്കണമെന്ന്. ബാക്കിയുള്ളവർ അത് പറയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. താല്പര്യമുള്ളവർ ചെയ്യും, താല്പര്യമില്ലാത്തവർ ചെയ്യണ്ട എന്നുള്ള രീതിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്? അതാ പറഞ്ഞ അന്നേരം കൊടുക്കണ്ടേ? അത് സെൻസർ ബോർഡിലെല്ലാം കട്ട് ചെയ്ത് വെച്ചല്ലേ പുറത്തേക്ക് വിടുന്നത്. കട്ടിയിലാണ് കട്ട് ചെയ്ത് വെച്ച് വിടാതിരിക്കണ്ടേ? ഇപ്പോൾ ഇത് ചുമ്മാ ഒരു അവർക്കെതിരെയുള്ള ഇത്. അമ്മയുടെ തെരഞ്ഞെടുപ്പിന് പടത്തിൽ പ്രസവം ഉൾപ്പെടെ വന്നില്ലേ? അതവർ കാത്തിരുന്ന് ഒത്തിരി ത്യാഗം തികച്ച് ഗർഭിണിയായ കാലം തൊട്ട് നോക്കിയിരുന്നു. ഒറിജിനലല്ലേ കാണിച്ചത്? അന്നൊക്കെ എന്നെ പരാതിയില്ലായിരുന്നു. ഇവർ ചെയ്യണേന് നമ്മളെന്തിനാണ് അതിൽ പറയിടാവുന്നത്? വല്ല കാര്യം ഉണ്ടാവും. നമ്മുടെ ബോഡിയാണ് അവർ യൂസ് ചെയ്യണത്, അവരുടെ ബോഡിയാണ് അവർ യൂസ് ചെയ്യണത്. നമ്മളെന്തിനാണ് അതൊക്കെ പറയണത്? കൊടുക്കാണ്ട് ഇപ്പോഴാണ് പുള്ളി കേസ് കൊടുത്തേക്കണത്. അല്ല, ഈ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ അമ്മയുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു നാടകമായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്ത് ഇന്നലെ വന്നുള്ളൂ. എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഇത് പറയാൻ ഞാൻ ആളുമല്ല. ശ്വേതാ മേനോൻ ഇങ്ങനെ ചിത്രങ്ങളിൽ അഭിനയിച്ചത് കൊണ്ട് അവർ കുറ്റക്കാരിയാകുന്നുണ്ടോ? ഇല്ല ഇല്ല. അവര് ഇപ്പം ഒരു ആണ് ഇങ്ങനത്തെ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഇതിനു മുമ്പ് ന്യൂഡിറ്റി ആയിട്ട് ആണുങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത പ്രശ്നമാണ് ഒരു പെണ്ണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സമൂഹം അങ്ങനെ നോക്കിക്കാണുന്നത്? അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. നമുക്കതിലൊന്നും പറയാനൊന്നുമില്ല. അഭിനയിക്കാൻ പോകാനുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ നോക്കിക്കാണുന്നത്. ഈ കാലഘട്ടത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള മാതിരി അതൊരു അശ്ലീലമായിട്ട് കാണുന്ന ചിത്രമായതുകൊണ്ട് അതിനെ ആൾക്കാർ അശ്ലീലമായിട്ട് കാണുന്നു. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ രീതി അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അവരെ ഒരു അഭിനയത്തിൻ്റെ ജീവിത പ്രശ്നമാണെങ്കിൽ നമ്മളതിനെ അശ്ലീലമായിട്ട് കാണുന്നവരങ്ങനെ കാണുക. അവർ അഭിനേതാവെന്നുള്ള രീതിയിൽ എല്ലാ പടവും അഭിനയിക്കും. അപ്പോൾ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു അശ്ലീലമായിട്ട് തോന്നി, അതങ്ങനെ തോന്നുന്നു. ഓരോരുത്തരും ഇഷ്ടമല്ല ഈ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത്. അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ടത്തെ കേസ് പണ്ടല്ലേ നോക്കണ്ടേ, ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതിനേക്കാളും വൈൽഡായിട്ട് ഡ്രസ്സ് ധരിച്ച് എന്തോരം സിനിമ നടിമാർ ഇപ്പം ഉണ്ട്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിന് പിന്നിലൊരു കൂടെ ലക്ഷ്യമുണ്ട്. ഇപ്പം അമ്മയുടെ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മേ ബി, ഞാൻ അങ്ങനെ നോക്കാറില്ല. കണ്ണിലിയോൺ എന്ന ഇങ്ങനത്തെ ഇതിൽ അഭിനയിക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ലല്ലോ. അത് ശ്വേതാമെന്ന് ചെയ്തപ്പോഴാണ് ആൾക്കാർക്ക് ഇത്ര പ്രശ്നം. അതെന്തായാലും തക്കതായ കാരണങ്ങളും എല്ലാം കാണുമായിരിക്കും. സിനിമാ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇത് വന്നത്. അതുകൊണ്ട് തമിഴ്നാട് ആൾക്കാരാണ്. இந்த കേരളത്തെ ഇഷ്യൂ പറ്റി ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇരുന്നാലും ഇത് ഇൻജസ്റ്റിസ് അല്ലേ? ഇത് ശ്വേതാ മേനോനിക്ക് അഗേൻസ്റ്റ് ആണുള്ള ഇൻജസ്റ്റിസ്. അപ്പോൾ നമ്മൾ ഇൻജസ്റ്റിസുമ്പോൾ നമ്മൾ അത് റെസിസ്റ്റ് ചെയ്യും. അത് ഏത് ഇഷ്യൂനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ പറയും. അനാവശ്യ നടപടിയായിട്ട് തോന്നുന്നില്ല. ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം, അത് ഓരോ ക്യാരക്ടറിനനുസരിച്ച് ഓരോരുത്തരും മാറിയല്ലേ, അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ആ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അശ്ലീലം എന്ന് പറയേണ്ട കാര്യമില്ല. അതായത് അവർക്ക് വേണമെങ്കിൽ ആ സിനിമയുടെ തോട്ട് എങ്ങനെയാണ്, ആ സിനിമയുടെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കല്ലേ, തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ അനുഭവത്തോടുകൂടി തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് പിന്നെ മറ്റുള്ളവർ പിന്നെ അതിനെ ഇതാക്കേണ്ട ആവശ്യം. അത് എന്തായാലും ആ ഫിലിം ഇറങ്ങുമ്പോൾ അതിനൊരു സെൻസർ ബോർഡൊക്കെ കണ്ടിട്ടായിരിക്കും ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലാത്ത ഒരു കുഴപ്പം പ്രശ്നം പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കാനുള്ള എന്തെങ്കിലും ആണെങ്കിലോ
പിന്നെ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിലും അത് അവരുടെ ഒരു സ്വകാര്യപരമായിട്ടുള്ള അവരുടെ ഒരു അനുഭവത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത്.